ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ ഇത്? വെൽക്കം വെൽക്കോ, ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെ വായിക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് വരണം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. എൻ്റെ ആദ്യത്തെ പോയിന്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഇൻ കേസ് ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ആയാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെ ലാപ്ടോപ്പ് യൂസ് ചെയ്യണം എന്ന് മര്യാദയ്ക്ക് പഠിച്ചിട്ട് വരണം. കാര്യം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ബുക്സ്, അസൈൻമെൻറ്റ് പോലും നമ്മൾ പേപ്പറിലാണ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഓൺലൈനാണ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് വേർഡ് എങ്ങനെ യൂസ് ചെയ്യണം, എക്സൽ എങ്ങനെ യൂസ് ചെയ്യണം, സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് മാത്രം വരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് ഈവൻ നമ്മളിപ്പോൾ റെസ്യൂമ് ഉണ്ടാക്കാൻ നേരത്താണെങ്കിലും CV ആണെങ്കിലും കവർ ലെറ്റർ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ സ്കിൽസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പോൾ അതെന്തായാലും പഠിച്ചിട്ട്, അറിയാത്തവർ പഠിച്ചിട്ട് വരാം. എനിക്കറിയാം, ഭൂരിഭാഗം എല്ലാവർക്കും അറിയാം, എന്നാലും സ്റ്റിൽ അറിയാത്തവരുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. ബേസിക് ആയിട്ടുള്ള ടെക്നോളജി നോളജും ഉണ്ടായിരിക്കണം. എൻ്റെ രണ്ടാമത്തെ പോയിന്റ് ഇതിൽ കോമഡിയാണ്. ചിലപ്പോൾ ഇതിലും നിങ്ങൾ എന്നെ ഇതെന്തിനീ പെണ്ണുമ്പോൾ ഇത് പറയണേ എന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റിൽ ഇൻ കേസ് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒരാൾക്കിന് ഹെൽപ്ഫുൾ ആയാലോ എന്നോർത്താണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് വഴി ചോദിക്കുന്നത്. നമ്മളൊരു ചേച്ചി അവിടെ റോട്ടിലെങ്ങനെ, ചേച്ചി അങ്ങോട്ട് പോകണം എങ്ങനെയാണ്, ഒരു ചേട്ടനോട്, ചേട്ടാ അഡ്രസ്സ് ഇട്ടുള്ള വഴി പറഞ്ഞുതരും. അങ്ങനെയാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് യൂഷ്വലി അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ആ ഒരു സംഭവമല്ല. പിന്നെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോർഡിലും ഇങ്ങനെ സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് പുക്കാട്ടുപടി, ഇത് പിൻകോഡ്, അഡ്രസ്സ് വരെ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരു ബോർഡിലും ഒരു സാധനം എഴുതില്ല. ബോർഡിൽ ആകെ എഴുതിയിരിക്കണം ചിലപ്പോൾ ആ ഷോപ്പിൻ്റെ പേരായിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവില്ല, അഡ്രസ്സൊന്നും. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്സാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റിൽ അറിയാത്തവർക്ക് ഉണ്ടെങ്കിലോ. ഇപ്പോൾ ഫോണിൽ മര്യാദയ്ക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്താൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് ക്യാഷാണ്. ഇപ്പം പിന്നെയും ഗൂഗിൾ പേ ഒക്കെ വന്നിട്ടുണ്ട്, അപ്പം അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാർഡ് കൊണ്ട് നടക്കുന്ന ഒരു സംഭവം ഇല്ല. നമ്മൾ കാർഡ് വീട്ടിൽ നിന്ന് എടുക്കുന്ന സംഭവമേ ഇല്ല. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടോ, ഓക്കെ, ഫോൺ വെച്ച് ടാപ്പ് ആൻഡ് പേ, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ അതൊന്നുമില്ല. ടാപ്പ് ആൻഡ് പേ, അപ്പം തന്നെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. ആ ഒരു സിറ്റുവേഷന് ഇപ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഐഫോണൊക്കെ ഉള്ളവരാണെങ്കിൽ ആപ്പിൾ പേ യൂസ് ചെയ്യും. അല്ലാത്തവർ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ സാംസങ് ആണെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ഇപ്പോൾ കോമൺവെൽത്ത് ആണെങ്കിൽ കോമൺവെൽത്തിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടാപ്പ് ആൻഡ് പേ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കാര്യം കാർഡ് ഫിസിക്കലി കൊണ്ട് നടക്കുന്നത് ഒട്ടും ഇവിടെ സേഫ് അല്ല. അപ്പോൾ അതെങ്ങനെ കാർഡ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് ആപ്പിൾ പേ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഐഫോൺ ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാർഡ് ആഡ് ചെയ്യണമെന്നൊക്കെ എന്തായാലും ഒന്ന് നോക്കി വെക്കുക. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് റെസ്യൂമെ റിലേറ്റഡ് ആണ്. എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസ്യൂമെ ഉണ്ടാക്കിക്കൊണ്ട് വരും, എന്നിട്ട് ആ റെസ്യൂമെ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കും, എന്നിട്ട് പറയും എനിക്ക് ജോലി കിട്ടിയില്ല ഇതുവരെ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ടൈപ്പ് റെസ്യൂമെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പല 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 ടൈപ്പ് റെസ്യൂമെ വേണം. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ റെസ്യൂമെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്യുന്ന എഡ്യൂക്കേഷനാണ്. ഇവിടെ നിങ്ങൾ ഏത് 10ാം ക്ലാസ്സിൽ പഠിച്ച ഏത് സ്കൂളാണ്, കോളേജിലാണ്, 10ാം ക്ലാസ് ഒന്നും ഇവർക്ക് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ പഠനം എന്താണ്, അത് മാത്രമേ അവിടെ നോക്കുള്ളൂ. നിങ്ങൾ പാർട്ട് ടൈമിൽ എവിടെ പഠിച്ചു ഇതൊന്നും ആരും ജോലിക്ക് നോക്കുന്നില്ല. അതിനൊന്നും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസ്യൂമെ ഉണ്ടായിട്ട് എല്ലാവർക്കും കൊടുക്കാം എന്ന് വിചാരിക്കും. അത് ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പല 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 ടൈപ്പ് റെസ്യൂമെ ഉണ്ടാക്കുക. പല ടൈപ്പ് റെസ്യൂമെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളത് ഫാസ്റ്റ് ഫുഡിലായിരിക്കാം, കസ്റ്റമർ സർവീസിലായിരിക്കാം, പെട്രോൾ സ്റ്റേഷനിലായിരിക്കാം, അങ്ങനെ കുറേ ഫീൽഡ് ഉണ്ട്. ആ കുറേ ഫീൽഡ് ഒരു 3-4 മിനിമം സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഓരോ റെസ്യൂമെ ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് സർവീസിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട്. KFC ഉണ്ട്, ഹംഗ്രി ജാക്സ് ഉണ്ട്, മെക്ഡൊണാൾഡ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ട് റെസ്യൂമെ ഉണ്ടാക്കുക. അതിന് വേണ്ടി മാത്രമായിട്ട് റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ അത് റിലേറ്റഡ് എക്സ്പീരിയൻസ് വെക്കുക. അതായത് നിങ്ങൾ നാട്ടിൽ KFCയിൽ വർക്ക് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് വെക്കുക. അടുത്ത് കസ്റ്റമർ സർവീസ് വരാൻ നേരത്ത് അതേപോലെ തന്നെ നാട്ടിൽ കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ജോബിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് വെക്കുക. അപ്പോൾ ഓരോന്നിനും റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പല പല തരം റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്
നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഫാസ്റ്റ് ഫുഡിൽ വെക്കാൻ നേരത്ത് ഞാൻ വേറെ എവിടെയോ വർക്ക് ചെയ്തിട്ടുണ്ട്, IT ജോലി ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ജോലി കിട്ടത്തില്ല. അപ്പം അതേ ഒരു ഫീൽഡ് റിലേറ്റഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രം റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത്രയും സമയം ലാഭിക്കാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡ്രൈവിങ്. എന്തായാലും ഡ്രൈവിംഗ് അറിയാമെങ്കിലും ചിലവർ പറയും എനിക്ക് ഡ്രൈവിംഗ് അറിയാം പക്ഷെ ലൈസൻസ് ഇല്ല, ഇവിടെ വന്നിട്ട് എടുക്കാം, ഓസ്ട്രേലിയ വന്നിട്ടായാലും എടുക്കാലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാം എന്ന് നോക്കണ്ട, നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വരാം. ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസ് ആണ് നാട്ടിലെ ഇന്ത്യൻ ലൈസൻസ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷെ സ്റ്റിൽ യൂസ് ചെയ്യാൻ തുടക്കത്തിൽ കുറെ നാൾ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ എന്തായാലും നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് വരിക. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു ഡിഫറൻസും ഇല്ല, എന്തായാലും പഠിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമാണ് ഇവിടെ ബസ് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര കൺവീനിയന്റ് ആണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഒരു കാർ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സമയം കുറേ ലാഭിക്കാൻ പറ്റും. അതുകൂടാണ്ട് പാർട്ട് ടൈം ജോലി കിട്ടാനും വളരെ ഹെൽപ്ഫുൾ ആണ്. പാർട്ട് ടൈം ജോബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഊബർ ഈറ്റ്സും ഡെലിവറി ഇവിടെ ഓടാനായിട്ട് പറ്റും, ഡോർഡാഷും ഓടാൻ പറ്റും. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ഇൻ കേസ് പാർട്ട് ടൈം ജോലി കിട്ടിയില്ല, പിന്നെ അതുകൂടാണ്ട് ഇങ്ങനത്തെയൊക്കെ ജോലിയാണെങ്കിൽ ഭയങ്കര കൺവീനിയന്റ് ആണ്, നിങ്ങളുടെ ടൈമിനനുസരിച്ച് ചെയ്താൽ മതി. അതുകൂടാണ്ട് വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡെലിവറി ജോബ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാർ ഉണ്ടെന്ന് അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് കാറുണ്ടോ, സ്വന്തമായിട്ട് വെഹിക്കിൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ. കാറ് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് യൂഷ്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു വെഹിക്കിൾ ഉണ്ടാവും. അപ്പൊ ആ ലൈസൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ജോബ്സ് ചെയ്യാനും പറ്റും. ഇപ്പൊ ചില സിറ്റുവേഷനിൽ കാറ് നിർബന്ധമല്ല, പക്ഷെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, ആ ലൈസൻസ് ഉണ്ടോന്ന് അവർ ചോദിക്കും ഇന്റർവ്യൂവിൽ. നിങ്ങൾക്ക് നാട്ടിൽ ലൈസൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാർ ഓടിക്കാനായിട്ട് പറ്റുമോ, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻ കേസ് നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് വരുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പറയണം ഓരോ സ്റ്റേറ്റിനും ഓരോ റൂളാണ്, അത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഫോട്ടോഗ്രാഫി സ്കിൽസിന്റെ കാര്യമാണ്. അപ്പം നിങ്ങളോട് അതിന് വേണ്ടിയിട്ട് കോഴ്സ് പോയി പഠിക്കാനോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സ്കിൽസ് ഉള്ളൊരു വ്യക്തിയാണ്, ഞാൻ കണ്ടിട്ട് കുറേ പേര് നാട്ടിലെ ക്യാമറയൊക്കെ ഉള്ളവർ സ്വന്തമായിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് അപ്പോൾ ഓൺലൈനൊക്കെ ജസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ചിട്ട് വരുവാണെങ്കിൽ ഇവിടെ വരുമ്പോൾ യൂസ്ഫുൾ ആണ്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ അതെന്തോ ഏത് ഇവന്റാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു ഇവന്റിന് പോയപ്പോൾ അവിടുത്തെ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ആൾക്ക് സ്വന്തമായിട്ട് ക്യാമറ ഉണ്ടായിരുന്നു. ആളപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഇങ്ങനെ ഫോട്ടോഗ്രാഫി സ്കിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇട്ടപ്പോൾ ഓരോരുത്തരും ആളെ സമീപിക്കുകയാണ്. ആളുടെ സ്കില്ല് കണ്ടിട്ട് ആള് കുറെ ഫോട്ടോസ് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആളുകൾ നോക്കുമ്പോ ആൾക്കറിയാം. അങ്ങനെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി പോലെ കൊണ്ട് നടക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കാം. അപ്പൊ അങ്ങനെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ക്യാമറ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ള, കുറേ ഗേൾസ് എന്നോട് ചോദിച്ചിരുന്നു ചേച്ചി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് പഠിച്ചിട്ട് വരണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യന്റെ കേസ് പറയാൻ നേരത്ത് കുറെ ഇന്ത്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് തന്നെ ചെയ്യണം എന്ന് പ്രിഫർ ചെയ്യുന്ന കുറെ ഇന്ത്യക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരികയാണ്, നിങ്ങളുടെ കയ്യിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഫോട്ടോഗ്രാഫിയുടെ കാര്യം, അതേപോലെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ഇടാം. ഞാൻ ബ്യൂട്ടീഷ്യനാണ്, എൻ്റെ ഞാൻ ക്ലയൻസിന് താല്പര്യമുണ്ടെങ്കിൽ ചേരാന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് വീട്ടിൽ തന്നെ ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പാർലർ അല്ലാണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് പോലെ ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് നെയിൽ ആർട്ടിന്റെ കേസാണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരികയാണ്. കാര്യം അത് ഭയങ്കര കോമൺ ആണ്, നെയിൽ ആർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര കോമൺ ആണ്. നാട്ടിൽ ഞാൻ കുറച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇവിടെ അത് എല്ലാവരും ചെയ്യുന്നൊരു സംഭവം. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് എല്ലാം പ്രൊഡക്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് ഓരോ റിക്വയർമെന്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ചെക്ക് ചെയ്യുക. പക്ഷെ ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണമെന്ന് തന്നെ ഇല്ല. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയാം, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ നെയിലിന്റെ ആണെങ്കിൽ സലൂണിൽ പോയി ചെന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണെങ്കിലും കുറെ വരും. കാര്യം ഇന്ത്യക്കാർ തന്നെ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ത്രെഡിങ് ഒക്കെ കേസാണെങ്കിലും അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇന്ത്യക്കാർ തന്നെ പ്രിഫർ ചെയ്യും. കാര്യം ഇവിടുത്തെ ആളുകളൊക്കെ ഐബ്രോ ഒക്കെ ഭയങ്കര കുഞ്ഞാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യക്കാരും കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വേറെ കാര്യം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഡ്രസ്സറിന്റെ കാര്യമാണ്.
അതും ഇതേപോലെയൊക്കെയാണ്. വളരെ 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 ഡിമാൻഡുള്ള സംഭവമാണ്. നിങ്ങൾക്ക് അതിൻ്റെ കഴിവുണ്ട്, അതിൻ്റെ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ടൈം വെറുതെ ഇരിക്കുവാണെങ്കിൽ പഠിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാര്യം ഇതൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരുടെയും മുടി കളർ ചെയ്തിട്ടുണ്ട്. കളർ ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യരില്ല. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയി. അടുത്ത പോയിന്റാണ് ടാറ്റൂയിങ് ആൻഡ് പിയേഴ്സിങ്ങിൻ്റെ കേസ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് വളരെ 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 കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് കൂടാണ്ട് ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം നിങ്ങൾക്കത് ചെറിയ പൈസയിൽ ചെയ്ത് കൊടുക്കാമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൂടാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ നേരത്ത് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഇതുള്ള കാരണം പഠിച്ചിട്ട് വരിക എന്നല്ല പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അത് അറിയുമെങ്കിൽ അത് ഓൺലൈനൊക്കെ കണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ല. അത് കൂടാണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് വരണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിലാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കാണുന്ന സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും IELTS ഒക്കെ പാസ്സായിട്ട് വരുന്നത്, പക്ഷെ ആളുകൾക്ക് സംസാരിക്കാൻ നേരത്തെ അറിയത്തില്ല. അപ്പം അങ്ങനെ വരാൻ നേരത്തെ നിങ്ങൾ സംസാരിക്കാനായിട്ട് അത്യാവശ്യം ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് വരിക. അതുകൂടാണ്ട് ഇപ്പോൾ പ്രൊഫഷണലി റൈറ്റ് ചെയ്യാനായിട്ട് ഇമെയിലൊക്കെ റൈറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചിട്ട് വരും. അടുത്ത പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് മാസ്റ്റർ ഷെഫായിട്ട് വരാനൊന്നുമല്ല ഞാൻ പറയുന്നത്. ബേസിക്കായിട്ട് എങ്ങനെ കുക്ക് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അമ്മയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചെന്ന് കണ്ട് പഠിക്കുക, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കുക. കാര്യം ഇവിടെ നിന്ന് എന്നും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വലിയ അത്രയും റിച്ച് ആയിരിക്കും. കാര്യം ഇവിടെ അത്രയും എക്സ്പെൻസീവാണ് കാര്യങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ടൊക്കെ മീൻസ് കുക്ക് ചെയ്യാണ്ട് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാന്നുള്ളത്. അപ്പം അതെന്തായാലും അറിഞ്ഞിരിക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തായാലും നോക്കിയിട്ട് വരിക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ കേസാണെങ്കിലും എങ്ങനെ ലോണ്ട്രി ചെയ്യാം, അങ്ങനത്തെ ബേസിക് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് വരിക. ഇവിടെ വന്നിട്ട് അയ്യോ ഇതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് നോക്കാതിരിക്കുക. പഠിച്ചിട്ട് വരാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു ബേസിക് നോളജ് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. ഇന്ന് അത്രേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുമ്പോൾ വയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കുറേ കുട്ടികൾ ഇപ്പം ഇന്നലെ മെസ്സേജ് അയച്ചതായിരിക്കും ഇന്ന് തന്നെ വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിലിടും എനിക്ക് ഇതുവരെ റെസ്പോൺസ് കിട്ടിയിട്ടില്ല, എൻ്റെ മെസ്സേജ് ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത്, മകളെ എനിക്ക് ചേച്ചിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചേച്ചി ഇച്ചിരി സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതുകൂടാണ്ട് നിങ്ങളൊക്കെ മുന്നേ മെസ്സേജ് അയച്ച ആളുകളുണ്ടാവും. എനിക്കപ്പോൾ അതനുസരിച്ച് വേണം റെസ്പോണ്ട് ചെയ്യാനാണെങ്കിലും. പക്ഷെ ഞാൻ മാക്സിമം ആർക്കും റെസ്പോണ്ട് ചെയ്യാതിരിക്കാറില്ല. പക്ഷെ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ്. വേറെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.